വിലക്കപ്പെട്ട പ്രണയം ഭാഗം 36. എബിക്ക് എറണാകുളം സിറ്റിയിൽ തന്നെയാണ് വരേണ്ടത്. പക്ഷേ ആമിക്ക് പിന്നെയും അവിടെ നിന്ന് ഉള്ളിലേക്ക് പോകേണ്ടതുണ്ട്. ഈ വടശ്ശേരി എന്ന് പറയുന്ന സ്ഥലം എറണാകുളത്ത് കൃത്യമായിട്ട് എവിടെയായിട്ട് വരും? സാർ എന്നെ അവിടേക്കൊന്നും കൊണ്ടുപോയി ആക്കണ്ട, എന്നെ ബസ് സ്റ്റാൻഡിൽ ഇറക്കിയാൽ മതി. അവിടുന്ന് വടശ്ശേരിയിലേക്കുള്ള നേരിട്ടുള്ള ബസ് കിട്ടും. അതിന് എബി കൂടുതൽ എതിർപ്പ് പറയാതെ സമ്മതിച്ചു. ആമിയെ ബസ് സ്റ്റാൻഡിൽ കൊണ്ടുപോയി ആക്കി അവൾ ബസ് കയറി പോകുന്നത് കൂടി കണ്ടിട്ടാണ് എബി അവിടെ നിന്ന് തിരിച്ചത്. ഇത്രയും നേരം എബിയായിട്ട് വാതോരാതെ സംസാരിച്ച് പിന്നീട് ബസ്സിൽ തനിച്ചുള്ള യാത്ര ആമിയെ സംബന്ധിച്ച് വല്ലാത്ത ബുദ്ധിമുട്ട് തന്നെയായിരുന്നു. പണ്ടത്തെ ആമിയുടെ സ്വഭാവം പതിയെ തന്നിലേക്ക് തിരിച്ചു വരുന്നത് ആമി അറിയുന്നുണ്ടായിരുന്നു. കുഞ്ഞാമിയുടെ സ്വഭാവമായിരുന്നു ഒരുപാട് സംസാരിക്കുന്നത്. ആ സ്വഭാവം ഇപ്പോൾ എബി കാരണം തന്നിലേക്ക് തിരികെ വരുന്നത് ആമി പതിയെ മനസ്സിലാക്കാൻ തുടങ്ങിയിരുന്നു. കുഞ്ഞിലെ ആയാലും ഇപ്പോൾ ആയാലും താൻ ഒരുപാട് സ്നേഹിക്കുന്നവരോടും അത്രയും അടുത്ത് ഇടപഴകുന്നവരോടും മാത്രമാണ് താൻ കൂടുതൽ സംസാരിക്കുക. അച്ഛൻ, ലതാമ്മ, മുത്തശ്ശി, ഋഷിയേട്ടൻ, സന്ധ്യാമ്മ, അങ്ങനെ വളരെ കുറച്ച് പേരോട് മാത്രമാണ് താൻ അത്രയധികം അടുത്ത് പെരുമാറിയിട്ടുള്ളതും ഒരുപാട് സംസാരിച്ചിട്ടുള്ളതും സ്നേഹിച്ചിട്ടുള്ളതും ഒക്കെ. അതിനുശേഷം പിന്നെ കൂടുതലായി താൻ സംസാരിച്ചിട്ടുള്ളത് ഇപ്പോൾ മുത്തശ്ശിയോടാണ്, ഇപ്പോൾ എബിയോടും. മനസ്സുകൊണ്ട് ആ കുടുംബത്തോട് താൻ കൂടുതൽ അടുത്ത് പോകുന്നുണ്ടോ എന്ന് തോന്നിപ്പോയി ആമിക്ക്. വടശ്ശേരി ഒരുപാട് അങ്ങനെ ചിന്തിച്ച് കാട് കയറിയ സമയത്താണ് ബസ്സിലെ കിളി വടശ്ശേരി വടശ്ശേരി എന്ന് വിളിച്ചു പറയുന്നത് ആമിയുടെ ചെവികളിലേക്ക് എത്തിയത്. വേഗത്തിൽ ബാഗൊക്കെ ആയിട്ട് ആമി ബസ്സിൽ നിന്ന് ചാടിയിറങ്ങി. അവിടെ ബസ് സ്റ്റോപ്പിൽ ഇറങ്ങി ഒരു 10 മിനിറ്റ് നടക്കാനുണ്ട്. ഓട്ടോറിക്ഷയ്ക്കാണ് വീട്ടിലേക്ക് പോയത്. നോക്കുമ്പോൾ ഗേറ്റ് മുതൽ പൂട്ടിയിട്ടിരിക്കുകയാണ്. ഗേറ്റിന് മുന്നിലായിട്ട് ഒരു മണി വെച്ചിട്ടുണ്ട്. അതടിച്ചപ്പോൾ തന്നെ ഒരു പെൺകുട്ടിയാണ് തുറന്നു തരാൻ വന്നത്. അത് ഋഷിയുടെ ഭാര്യയാണ് എന്ന് ആമിക്ക് മനസ്സിലായിരുന്നു. വലിയ പരിചയമൊന്നുമില്ലെങ്കിലും അവളെ നോക്കി ആമി പുഞ്ചിരിച്ചുവെങ്കിലും തിരികെ ഗൗരവത്തോടെയുള്ളൊരു നോട്ടമായിരുന്നു ആമിക്ക് മറുപടിയായി ലഭിച്ചത്. അതിൽ കൂടുതലൊന്നും ആമിയും തിരികെ പ്രതീക്ഷിക്കാതിരുന്നത് കൊണ്ട് തന്നെ ആ ഒരു പെരുമാറ്റത്തിൽ അവൾക്ക് പ്രത്യേകിച്ച് വിഷമമോ സങ്കടമോ ഒന്നും തോന്നിയതുമില്ല. ഗേറ്റ് കടന്ന് ആ പെൺകുട്ടിയുടെ പുറകെയാണ് ആമി നടന്നത്. പുറത്തെ മുറിയുടെ താക്കോൽ തൻ്റെ കയ്യിലായതുകൊണ്ട് തന്നെ ആമിക്ക് പ്രത്യേകിച്ച് അവരോട് ചോദിക്കാനോ പറയാനോ ഒന്നും ഉണ്ടായിരുന്നില്ല. ആമി നേരെ ആ മുറിയിലേക്ക് കയറി. പുറത്തുനിന്ന് മാത്രമാണ് ആ മുറിയിലേക്ക് കയറാനാകുന്നത്. അകത്തുനിന്ന് കയറാനുള്ള ഡോറൊന്നുമില്ല. അതുകൊണ്ട് തന്നെ അകത്തുള്ളവരെ കുറിച്ചുള്ള ഒരു കാര്യങ്ങളും ആമിക്കോ ആമിയുടെ എന്തെങ്കിലും കാര്യം അകത്തുള്ളവർക്കോ അറിയാനാവില്ല എന്നതാണ് സത്യം. ആമി ആ മുറിയിലേക്ക് കയറി ചുറ്റും ഒന്ന് വീക്ഷിച്ചു. വീട്ടിൽ താൻ ഉപയോഗിച്ചിരുന്നതായുള്ള കുറച്ച് സാധനങ്ങളും മറ്റ് അനാവശ്യ സാധനങ്ങളും എല്ലാം കൂടി എടുത്തു വച്ചിരിക്കുന്നത് ഈ മുറിയിലാണ്. അന്ന് അത്യാവശ്യമായിട്ട് താമസം മാറിയത് കൊണ്ട് തന്നെ ഒതുക്കിയതൊന്നുമില്ല. എല്ലാം എടുത്ത് വലിച്ചു വാരിയതുപോലെ വെച്ചിരിക്കുകയാണ്. മുറിയാകെ അലങ്കോലമായിട്ട് കിടക്കുകയാണ്. അതുകൊണ്ട് ആദ്യം തന്നെ മുറിയെല്ലാം ഒന്ന് അടക്കി ഒതുക്കി വൃത്തിയാക്കി ഒരാൾക്ക് താമസിക്കാൻ യോഗ്യമുള്ളതാക്കി. ശേഷം പുറത്തെ ബാത്റൂമിൽ പോയി ഒന്ന് കുളിച്ച് ഫ്രഷായി വന്നു. ഇത്രയും നേരം അത്രയും ആ വീടിൻ്റെ അകത്തുള്ളവരെ ആരും ആമിയും കണ്ടിട്ടില്ല, അവരാരും അവളെയും കണ്ടിട്ടില്ല. താൻ ഈ മുറി ആവശ്യപ്പെട്ടപ്പോൾ അവർ പറഞ്ഞ കാര്യം ആമി ഓർത്തിരുന്നു. അവരുടെ ഇടയിലേക്ക് ഒരു കാര്യത്തിനും കയറി വരരുത് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അങ്ങനെ കുറച്ച് പേർ അവിടെ ഉണ്ടെന്ന് പോലും കരുതാതെ ആമി ആ മുറിക്കുള്ളിൽ തന്നെ കഴിച്ചുകൂട്ടി. കുറച്ച് സമയം കഴിഞ്ഞപ്പോഴാണ് ഇവിടെ എത്തി ഇത്രയും സമയമായിട്ടും മുത്തശ്ശിയെ ഒന്നങ്ങോട്ട് വിളിച്ചിട്ടില്ല എന്ന കാര്യം ആമി ഓർത്തത്. ഇത്ര നേരമായിട്ടും മുത്തശ്ശിയെ ഇങ്ങോട്ട് വിളിച്ചില്ലല്ലോ. അങ്ങനെ വരാൻ വഴിയില്ലല്ലോ. കുറച്ചധികം നേരം തന്നെക്കുറിച്ച് ഒരറിവുമില്ലെങ്കിൽ എങ്ങനെ പോയാലും മുത്തശ്ശി ഇങ്ങോട്ട് വിളിക്കേണ്ടതാണ്. ആമി ബാഗിൻ്റെ ഉള്ളിൽ നിന്ന് ഫോൺ എടുക്കാനൊരുങ്ങി. പക്ഷേ അതേ നിമിഷം തന്നെയാണ് അവളുടെ ഡോറിൽ ഒരു മുട്ടൽ കേട്ടത്. ഇതിപ്പോൾ തന്നെ അന്വേഷിച്ച് ഈ നേരത്തെ ആരാണ് ഇങ്ങോട്ട് വരാനെന്ന് ചിന്തിച്ച് ആമി ഡോർ തുറക്കാനൊരുങ്ങി. നോക്കുമ്പോൾ നേരത്തെ കണ്ട പെൺകുട്ടി തന്നെയാണ് വന്നിരിക്കുന്നത്. തന്നെ അന്വേഷിച്ച് ഉമ്മറത്താരോ വന്നിട്ടുണ്ട്. ആ പെണ്ണിൻ്റെ പിന്നിലേക്ക് നോക്കിയപ്പോൾ ഒരു നിമിഷം ആമിയുടെ കണ്ണുകളൊന്ന് വിടർന്നു പോയി. താനെന്താ ഇവിടെ? ആശ്ചര്യത്തോടെ ചോദിച്ചുകൊണ്ട് ആമി അയാളുടെ അടുത്തേക്ക് നടന്നു. പേഴ്സും ഫോണും ഒക്കെ വണ്ടിയുടെ ഉള്ളിൽ വെച്ചിട്ടാണ് മാഡം പോന്നിരിക്കുന്നത്. തൻ്റെ കയ്യിലിരിക്കുന്ന ആമിയുടെ പേഴ്സും ഫോണും എല്ലാം അവൾക്ക് നേരെ നീട്ടിക്കൊണ്ട് എബി തമാശയോടെ പറഞ്ഞു. ആണോ? ഞാനതറിഞ്ഞില്ല. ദാ ഇപ്പോൾ ഞാൻ ഫോൺ വിളിക്കാനായിട്ട് അന്വേഷിക്കുമായിരുന്നു. മുത്തശ്ശി തന്നെ ഒരു 10,000 തവണ വിളിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ഞാൻ എടുക്കാൻ നിന്നില്ല. ഞാനും ഇപ്പോൾ അതേക്കുറിച്ചാണ് ചിന്തിച്ചത്. മുറിയൊക്കെ ഒന്ന് ഒതുക്കി കഴിഞ്ഞ് മുത്തശ്ശിയെ വിളിച്ചില്ലല്ലോ എന്ന് കരുതി മുത്തശ്ശിയെ അങ്ങോട്ട് വിളിക്കാമെന്ന് ആലോചിച്ച് ഫോൺ എടുക്കാനൊരുങ്ങിയതാണ്. പക്ഷേ അപ്പോഴാണ് കറക്റ്റായിട്ട് താൻ ഇങ്ങോട്ട് വന്നത്. അതിന് എബി ചിരിച്ചുകൊണ്ട് വീടും പരിസരവും എല്ലാം ഒന്ന് കണ്ണോടിച്ചു. വലിയ വീടാണല്ലോടോ. നിങ്ങളുടെ അത്രയും വലിയ വീടൊന്നും അല്ല. പക്ഷെ കൊള്ളാം, നല്ല ഭംഗിയുണ്ട്. എബി പറഞ്ഞതും ആമി പുഞ്ചിരിച്ചു. നോക്കുമ്പോൾ വീടിൻ്റെ അകത്ത് നിന്ന് ആ പെൺകുട്ടി എബിയെയും ആമിയെയും അല്പം ഗൗരവത്തിൽ തന്നെ മാറി മാറി നോക്കുന്നുണ്ട്. എബി വന്നിരിക്കുന്നത് ഇനി അവർക്ക് ബുദ്ധിമുട്ടായോ എന്ന ചിന്ത അവളിലുണ്ടായി. സാർ മുറിക്കകത്തേക്ക് വരൂ. അവനോട് കണ്ണുകൊണ്ട് എന്തോ കാണിച്ചുകൊണ്ട് ആമി പറഞ്ഞതും അത് മനസ്സിലായ രീതിയിൽ എബി അവളുടെ കൂടെ മുറിയിലേക്ക് കയറി. താൻ അവരോടൊന്നും മിണ്ടിയില്ലല്ലേ?
ഞാനെന്ത് മിണ്ടാനാണ്? എന്നെ കണ്ടപ്പോൾ മുതൽ മുഖം കടന്നൽ കുത്തിയതുപോലെ ഇരിക്കുവാണ്. അത് കണ്ടപ്പോൾ തന്നെ എനിക്ക് അങ്ങോട്ട് പോയി മിണ്ടാനുള്ള താല്പര്യം തന്നെ പോയി. സ്വകാര്യം പറയുന്നത് പോലെ ആമി പതിഞ്ഞ ശബ്ദത്തിൽ പറഞ്ഞതും എബി പുഞ്ചിരിച്ചു. വിചാരിച്ചതുപോലെ അല്ല കേട്ടോ, ഇതൊരു പട്ടിക്കാട് തന്നെയാണല്ലോ. ഏറെക്കുറെ. അതെന്താ അങ്ങനെ തോന്നാൻ? കുറച്ചു സമയം കഴിഞ്ഞതും എബി അങ്ങനെ പറഞ്ഞതും ആമിയും അത് അംഗീകരിച്ചു കൊടുത്തു. ഇവിടെ വരെ വരുന്നതല്ലേ, തനിക്ക് എന്തെങ്കിലുമൊക്കെ വാങ്ങാമെന്ന് കരുതി കട എന്തെങ്കിലും ഉണ്ടോയെന്ന് നോക്കിയിട്ട് ഒരു കട പോലും ഇല്ല. പേരിനൊരു മിഠായി വാങ്ങാനുള്ള കട പോലും ഇല്ല. ഒടുക്കം ഇവിടെ അടുത്ത് കണ്ടൊരു തട്ടുകടയിൽ നിന്ന് മസാലദോശ വാങ്ങിക്കൊണ്ട് വന്നിട്ടുണ്ട്. എന്നിട്ട് എവിടെ? അത് തൻ്റെ കയ്യിലുള്ള ആ കിറ്റിലുണ്ട്. വീണ്ടും കുറേ കാര്യങ്ങളൊക്കെ സംസാരിച്ചിരുന്ന് ഒടുവിൽ ആമിയും എബിയും ഒരുമിച്ചിരുന്ന് ഭക്ഷണമൊക്കെ കഴിച്ചു. അതിനുശേഷം അധികം വൈകാതെ എബി പോകാനും ഇറങ്ങി. ഞാനെന്തായാലും 2 ദിവസം എറണാകുളത്ത് തന്നെ ഉണ്ടാകും. എന്തേലും ആവശ്യമുണ്ടെങ്കിൽ എന്നെ വിളിച്ചാൽ മതി. അവളെ നോക്കി ഒന്ന് കണ്ണ് ചിമ്മി അങ്ങനെ കൂടി പറഞ്ഞുകൊണ്ടാണ് എബി തിരിച്ചത്. വീണ്ടും കുറച്ചു നേരം കൂടി കഴിഞ്ഞ് ആമി മുത്തശ്ശിയെ വിളിച്ചു. മുത്തശ്ശിയോട് സംസാരിച്ചു കഴിഞ്ഞ് അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് വീണ്ടും വാതിലിൽ ആരോ വന്ന് തട്ടുന്ന ശബ്ദം കേട്ടത്. തുറന്നു നോക്കുമ്പോൾ പവനാണ് വന്നിരിക്കുന്നത്. അകത്തേക്ക് ഇരിക്കേട്ടാ. ആമി അവനെ അകത്തേക്ക് ക്ഷണിച്ചു. നാളത്തെ പൂജയുടെയും മറ്റും കാര്യങ്ങളൊക്കെ പറയാൻ വേണ്ടിയാണ് അവൻ വന്നത്. രാവിലെ 7 മണിക്ക് അമ്പലത്തിൽ പൂജയൊക്കെ വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ആ നേരത്തിനനുസരിച്ച് അവിടെ എത്തണം എന്ന് പറയാൻ വന്നതാണ്. എല്ലാം പറഞ്ഞ് അവനോട് കുറച്ചു നേരം അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ചിരുന്ന് വിശേഷമൊക്കെ പറഞ്ഞു കഴിഞ്ഞ് അവനും ഇറങ്ങി. ആ ചെറിയ മുറിയിൽ ആമി വീണ്ടും തനിച്ചായി. ഒരുപാട് നേരം അങ്ങനെ വെറുതെ ഇരുന്നപ്പോൾ അവൾക്ക് സ്വയം ഒരു മുഷിച്ചിൽ തോന്നി. കുറച്ചു സമയം കിടന്നുറങ്ങി. പുറത്തേക്കിറങ്ങി ഇനി അവർക്ക് പറയാൻ വെറുതെ താനൊരു സംസാര വിഷയമാകണ്ടല്ലോ എന്ന് കരുതി അവൾ പുറത്തേക്കിറങ്ങാനൊന്നും നിന്നില്ല. 4 മസാലദോശ ആയിട്ടായിരുന്നു എബി വന്നത്. അതിൽ കഴിച്ചു കഴിഞ്ഞതിന് ശേഷം 2 മസാലദോശ ഇനിയും ബാക്കിയുണ്ട്. നാളത്തേക്ക് ബാക്കി വെക്കാൻ ഫ്രിഡ്ജൊന്നുമില്ല. അതുകൊണ്ട് തന്നെ ബാക്കി വെച്ചാൽ അത് ചീത്തയായി പോകും. അത് കരുതി വൈകുന്നേരം ആയപ്പോൾ ആമി അതിൽ നിന്ന് ഒരെണ്ണം എടുത്ത് കഴിച്ചു. ശേഷം രാത്രിയും ഒരെണ്ണം. സന്ധ്യ കഴിഞ്ഞപ്പോൾ ഋഷിയേട്ടൻ വന്ന് അവരോടൊക്കെ സംസാരിക്കുന്ന ശബ്ദം അവൾക്ക് കേൾക്കാനാകുന്നുണ്ടായിരുന്നു. എങ്കിലും അതൊന്നും കാര്യമാക്കാതെ ആമി ഉറങ്ങാനായി കിടന്നു. രാവിലെ 6 മണിക്ക് തന്നെ അലാറം ഒക്കെ വെച്ചിട്ടാണ് കിടന്നത്. അലാറം അടിച്ച സമയത്ത് തന്നെ ഉണർന്ന് കുളിച്ച് വൃത്തിയായി ആമി അമ്പലത്തിലേക്കെത്തി. പ്രസവിച്ച് കിടക്കുന്നത് കൊണ്ട് തന്നെ ഭാമ വന്നിട്ടില്ല. ബാക്കി എല്ലാവരും അമ്പലത്തിലെത്തിയിട്ടുണ്ട്. ആമി വന്നപ്പോൾ തന്നെ പവി അവളുടെ അടുത്തേക്ക് വന്ന് കാര്യങ്ങളെല്ലാം പറഞ്ഞു കൊടുത്തു. വേറെ ആരെയും അവരവിടെ ഉണ്ടെന്ന് പോലും വകവയ്ക്കാതെ ആമി സ്വന്തം കാര്യം നോക്കി നിന്നു. അവിടുത്തെ കർമ്മങ്ങളെല്ലാം കഴിഞ്ഞ് അമ്മയ്ക്ക് വേണ്ടി മനസ്സറിഞ്ഞ് പ്രാർത്ഥിച്ചു. ആത്മാവിന് നിത്യശാന്തി നൽകണേ എന്ന് ആഗ്രഹിച്ചു. എല്ലാം കഴിഞ്ഞ് അമ്പലത്തിന് പുറത്തേക്കിറങ്ങുമ്പോൾ അവളുടെ മനസ്സ് ശാന്തമായിരുന്നു. ഇളയമയെയും അവരുടെ ഭർത്താവിനെയും ഒന്നും അവൾ കണ്ടതായി പോലും ഭാവിച്ചില്ല. തന്നെ നോക്കി എന്തൊക്കെയോ മുറുമുറുപ്പുകൾ അവർ തമ്മിൽ പറയുന്നത് ശ്രദ്ധിച്ചിരുന്നു. എങ്കിലും അവർ അതിനെക്കുറിച്ചൊരു വാക്കുപോലും അവളോട് സംസാരിക്കാൻ ആഗ്രഹിച്ചില്ല. തിരികെ പവിയോട് പറഞ്ഞുകൊണ്ട് ആമി വീട്ടിലേക്ക് നടന്നു. വൈകിട്ട് തന്നെ എറണാകുളം ബസ് സ്റ്റാൻഡിൽ നിന്ന് ഇടുക്കിയിലേക്ക് ബസ്സുണ്ട്. അതിന് തന്നെ എത്രയും വേഗം അങ്ങോട്ട് എത്തിയാൽ മതിയെന്നാണ് ആമിയുടെ മനസ്സിൽ പിന്നീടുണ്ടായിരുന്ന ചിന്ത. അമ്പലത്തിലെ ആവശ്യങ്ങളെല്ലാം കഴിഞ്ഞ് അവിടെ അടുത്തു തന്നെയുള്ള ഒരു കടയിൽ നിന്ന് ഭക്ഷണവും കഴിച്ചു കഴിഞ്ഞതിന് ശേഷമാണ് ആമി തിരികെ വീട്ടിലേക്ക് എത്തിയത്. വീട്ടിലെത്തി ഡ്രസ്സൊക്കെ മാറി ഫോൺ എടുത്ത് നോക്കിയപ്പോൾ എബിയുടെ ഒരു മെസ്സേജ് കിടക്കുന്നുണ്ട്. ഓൾ ഓക്കെ. അത്രമാത്രമായിരുന്നു എബിയുടെ മെസ്സേജ്. ആ മെസ്സേജ് കണ്ടപ്പോൾ ആമിയുടെ ചുണ്ടിൽ തെല്ലൊരു പുഞ്ചിരി വിടരാതിരുന്നില്ല. തൻ്റെ കാര്യങ്ങൾ അന്വേഷിക്കാൻ, തന്നെക്കുറിച്ച് ചോദിക്കാൻ ഒരാളോ? അവളുടെ മനസ്സ് പുഞ്ചിരിയോടെ ഒന്ന് ചിന്തിച്ചു പോയി. അതെ, ഇപ്പോൾ എബി തനിക്ക് ശരിക്കും ഒരു സുഹൃത്ത് തന്നെയാണ്. ആമി പുഞ്ചിരിയോടെ അവനെല്ലാം ഓക്കെ ആണെന്ന് തിരികെ മെസ്സേജ് അയച്ചു. ആ മെസ്സേജ് അയച്ച് ഫോൺ തിരികെ വെച്ചിട്ടും ആമിയുടെ ചുണ്ടിൽ ഒരു ചെറിയ പുഞ്ചിരി തങ്ങി നിൽക്കുന്നുണ്ടായിരുന്നു. കുറേ നാളുകൾക്ക് ശേഷം തന്നെക്കുറിച്ച് ഓർക്കാനും തൻ്റെ കാര്യം അന്വേഷിക്കാനും ഒരാൾ. എബി നല്ലൊരു മനുഷ്യനാണ് എന്ന് കൂടി ആ നിമിഷം ആമി ചിന്തിച്ചു. ഇന്ന് വൈകിട്ട് തന്നെ തിരികെ ഇടുക്കിയിലേക്ക് പോകുന്ന കാര്യവും ആമി മെസ്സേജ് അയച്ച് അവനോട് പറഞ്ഞിരുന്നു. അതിന് അവൻ തിരികെ അങ്ങോട്ട് വരണോ എന്നാണ് അവളോട് റിപ്ലൈ ആയിട്ട് ചോദിച്ചത്. ഒരു നിമിഷം അവനെ ബുദ്ധിമുട്ടിക്കണോ വേണ്ടയോ എന്ന് ആമി ഒന്ന് ആലോചിച്ചു. പക്ഷേ അങ്ങനെ ചിന്തിച്ചാലും ഒറ്റയ്ക്കുള്ള യാത്ര മുഷിച്ചിലാണ് എന്നത് തന്നെയാണ് സത്യം. ഇപ്പോഴാണെങ്കിൽ ഏത് സമയവും മുത്തശ്ശിയോടും എബിയോടും ഒക്കെ സംസാരിച്ച് നടക്കുന്നത് കൊണ്ട് തന്നെ വെറുതെ ഇരിക്കുന്നത് തനിക്ക് അത്രയും ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ഇപ്പോൾ തന്നെ ഇങ്ങോട്ട് വന്ന് ഈ മുറിയിൽ കുറച്ച് സമയം അടച്ചുപൂട്ടിയിരുന്നപ്പോൾ തന്നെ ആകെ ശ്വാസം മുട്ടുന്നത് പോലെയാണ് തോന്നുന്നത്. എന്നാലോ ഇതിനു മുൻപ് ഇത്രയും വലിയ ഈ വീട്ടിൽ താൻ ഒറ്റയ്ക്ക് കഴിഞ്ഞിരുന്നതാണ്. ആരോടും സംസാരിക്കാതെ, ആരുമായിട്ടും ഒരു കാര്യവും പറയാതെ ഒറ്റയ്ക്ക് കഴിഞ്ഞു കൂടിയിരുന്നതാണ്. പക്ഷേ ഇപ്പോൾ തനിക്ക് അതിന് കഴിയുന്നില്ല എന്ന കാര്യവും ആമി ആ നിമിഷം തിരിച്ചറിയുകയായിരുന്നു. എബി വരണമെന്ന് ചോദിച്ചപ്പോൾ പറ്റുമെങ്കിൽ വരൂ, നിർബന്ധിക്കുന്നില്ല എന്നാണ് ആമി തിരിച്ചയച്ചത്. എങ്കിലും അതിൽ കൂടുതലുണ്ടായിരുന്നത് വരണമെന്നുള്ളൊരു ധ്വനി തന്നെയായിരുന്നു. 2 ദിവസം അവിടെ നിന്നിട്ടും ആമി ഋഷിയെ കണ്ടിരുന്നില്ല. ഒരു നോക്കവനെ കാണണം എന്നുണ്ടായിരുന്നു, പക്ഷെ കണ്ടില്ല.
ലതാമ്മയെയും കുഞ്ഞിനെയും ആരെയും പുറത്തേക്ക് കണ്ടിട്ടില്ല. ഒരുപക്ഷെ തന്നെ കാണേണ്ടത് ചിന്തിച്ച് അവരകത്ത് തന്നെ ഇരിക്കുന്നതാകാം എന്നവൾ കരുതി. അങ്ങനെ ചിന്ത വന്നതും അവരെ ബുദ്ധിമുട്ടിക്കണ്ടല്ലോ എന്ന് കരുതി ആമിയും മുറിയിൽ തന്നെ കഴിച്ചുകൂട്ടി. അവരെ കണ്ടില്ലെങ്കിലും ഇടയ്ക്ക് എല്ലാവരുടെയും ശബ്ദം ആമി മുറിയിലിരുന്ന് തന്നെ കേൾക്കുന്നുണ്ടായിരുന്നു. അത്രയും ഒക്കെ കൊണ്ട് തന്നെ അവളുടെ മനസ്സ് നിറഞ്ഞിരുന്നു. വൈകിട്ടായപ്പോൾ എബി എത്തി. ആമി ആവേശത്തോടെ അവൻ്റെ വണ്ടിയിലേക്ക് കയറി. എന്താടോ, ഇങ്ങോട്ട് വരുമ്പോൾ ഇല്ലാത്ത ആവേശമാണല്ലോ തിരികെ പോകാൻ. ശ്വാസം മുട്ടുന്നത് പോലെയായിരുന്നു ഇത്രയും നേരം. ഇപ്പോൾ അതങ്ങ് കുറഞ്ഞു കിട്ടി. ആമി നെഞ്ചിൽ കൈവച്ചുകൊണ്ട് പറഞ്ഞതും എബി അതിനൊന്ന് പുഞ്ചിരിച്ചു. പോകുന്ന വഴി ഭക്ഷണമൊക്കെ കഴിച്ചാണ് പോയത്. എറണാകുളത്തുള്ള എബിയുടെ കമ്പനിയൊക്കെ കാണിച്ചു കൊടുത്തതിന് ശേഷമാണ് അവിടെ നിന്ന് പോയത്. പോകുന്ന വഴിയിൽ എബി ഉണ്ടായിരുന്നത് കൊണ്ട് തന്നെ ആമിക്കൊട്ടും ബോറടിച്ചില്ല. രണ്ടുപേരും ഓരോന്നൊക്കെ സംസാരിച്ചങ്ങനെ ഇരുന്നു. അവരുടെ ചർച്ചകളിൽ ആമിയുടെ വീട്ടുകാരും മുത്തശ്ശിയും ചെറിയ മമ്മിയും ഒക്കെ നിറഞ്ഞു നിന്നു. എബി പറയുന്ന കാര്യങ്ങളൊക്കെ ആമിയും ആമി പറയുന്ന കാര്യങ്ങളൊക്കെ എബിയും കേട്ടിരുന്നു. ആ സമയം കൊണ്ട് രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും നല്ല രീതിയിലുള്ളൊരു കേൾവിക്കാരായി മാറിയിരുന്നു. അങ്ങനെ ഒരുപാട് സമയത്തെ യാത്രയ്ക്കൊടുവിൽ വീടെത്തി. ആമിയാണ് ആദ്യം കാറിൽ നിന്ന് ഇറങ്ങിയത്. ബാഗായിട്ട് കാറിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ ഇപ്പോൾ ഇവിടെ കാണരുതേ എന്ന് കരുതിയ മുഖം തന്നെയായിരുന്നു ആദ്യം കണ്ടത്. എങ്കിലും അത് കാര്യമാക്കാതെ ആമി മുന്നിലേക്ക് നടന്നു. കാറിൻ്റെ ശബ്ദം കേട്ട് അപ്പോഴേക്കും മുത്തശ്ശിയും അങ്ങോട്ടെത്തി. ആമിയായിരുന്നോ? ഞാൻ കരുതി എബിയാണെന്ന്. അവളെ കണ്ടതും മുത്തശ്ശി അവളുടെ അടുത്തേക്ക് നടന്നു വന്നുകൊണ്ട് പറഞ്ഞു. അപ്പോഴാണ് അവളുടെ പിന്നിലായിട്ട് തന്നെ നടന്നു വരുന്ന എബിയെയും മുത്തശ്ശി കാണുന്നത്. ഞങ്ങൾ ഒരുമിച്ചാണ് അമ്മേ വന്നത്. ആഹാ, അതെന്തായാലും നന്നായി. മുത്തശ്ശി ആമിയെ ചേർത്ത് പിടിച്ചുകൊണ്ട് പറഞ്ഞു. അകത്തേക്ക് കയറിയപ്പോൾ തന്നെ മുത്തശ്ശിക്ക് അവിടെ ഉണ്ടായ ഒരുപാട് കാര്യങ്ങൾ ആമിയോട് പറയാനുണ്ടായിരുന്നു. മരുന്ന് കഴിച്ചത് മുതൽ ചെടി പൂത്തത് വരെ മുത്തശ്ശി വാതോരാതെ പറഞ്ഞുകൊണ്ടിരുന്നു. ആമിയും മുത്തശ്ശിയും അവരുടെ മാത്രം ലോകത്താണ്. അതൊന്ന് നോക്കിക്കൊണ്ട് ഒന്ന് പുഞ്ചിരിച്ചുകൊണ്ട് തന്നെ എബി മുകളിലേക്ക് കയറി പോയിട്ടുണ്ടായിരുന്നു. മുത്തശ്ശി പറയുന്നതെല്ലാം തെല്ലുപോലും മടുപ്പില്ലാതെ ആമി കേട്ടിരുന്നു. അല്ലെങ്കിലും മുത്തശ്ശി പറയുന്ന കാര്യങ്ങളെല്ലാം കേട്ടിരിക്കാൻ ആമിക്ക് വല്ലാത്ത ഇഷ്ടമാണ്. നമുക്കൊട്ടും മടുപ്പില്ലാത്ത രീതിയിലാണ് മുത്തശ്ശി ഓരോ കാര്യങ്ങളും വിവരിക്കുക. ഒരുപാട് നേരം ഇങ്ങനെ സംസാരിച്ചിരുന്നിട്ടും മുത്തശ്ശി നിർത്താനുള്ള ഭാവമില്ലെന്നായതും അതിനൊരു തടയിടാനെന്നോണം ആമി പറഞ്ഞു. ഞാൻ വന്നിട്ട് ഒരുപാട് നേരമായി. ഒന്ന് പോയി കുളിച്ച് ഫ്രഷായിട്ട് നമുക്ക് ബാക്കി കാര്യങ്ങൾ പറഞ്ഞാൽ പോരെ? അല്പം കാര്യമായിട്ടും എന്നാൽ തമാശ കലർത്തിയുമാണ് ആമി മുത്തശ്ശിയോടത് പറഞ്ഞത്. അയ്യോ, ഞാൻ നിന്നെ കണ്ട ആ ഒരു സന്തോഷത്തിൽ ആ കാര്യം മറന്നുപോയി. മോളെങ്കിലും പോയി ഡ്രസ്സൊക്കെ മാറിയിട്ട് വാ. ആമിയോട് പറഞ്ഞുകൊണ്ട് മുത്തശ്ശി അവളെ കാത്ത് ഹാളിൽ തന്നെ ഇരുന്നു. ആമിയും കൂടി മുകളിലേക്ക് കയറി പോകുന്നത് കണ്ടിട്ടാണ് ചെറിയ മമ്മി വരാന്തയിൽ നിന്ന് അകത്തേക്ക് കയറിയത്. ചെറിയ മമ്മി വരാന്തയിൽ നിന്ന് അകത്തേക്ക് കയറി വന്നപ്പോഴാണ് അവർ ഇത്രയും നേരം വരാന്തയിലുണ്ടായിരുന്നു എന്ന കാര്യം മുത്തശ്ശി പോലും അറിയുന്നത്. നീ വരാന്തയിലിരിക്കുന്നുണ്ടായിരുന്നോ? ഞാൻ കരുതി നീ ഉറക്കുവാണെന്ന്. ചെറിയ മമ്മിയെ കണ്ടതും മുത്തശ്ശി ആശ്ചര്യത്തോടെ ചോദിച്ചു. ഞാൻ ഉണർന്നിട്ട് കുറച്ച് സമയമായി. വരാന്തയിൽ പോയിരുന്നത് കൊണ്ട് കുറച്ച് കാര്യങ്ങൾ കാണാനും മനസ്സിലാക്കാനും ഒക്കെ പറ്റി. ഗൗരവത്തിലും അല്പം പുച്ഛത്തിലും ചെറിയ മമ്മി പറയുന്നത് കേട്ടതും മുത്തശ്ശിക്ക് കാര്യം എന്താണെന്നുള്ളതിന് ഏകദേശം ഒരു ധാരണ കിട്ടി. നീ എന്താ പറഞ്ഞു വരുന്നത്? ചെറിയ മമ്മി എന്താണ് പറഞ്ഞു വരുന്നതെന്ന് മനസ്സിലായി എങ്കിലും മുത്തശ്ശി അതറിയാൻ വയ്യെന്ന രീതിയിൽ ഭാവിച്ചു. ചേച്ചിക്കുഞ്ഞ് ഇന്ന് എബി ഇവിടുത്തെ ആ വേലക്കാരി പെണ്ണും കൂടി ഒരുമിച്ച് വരുന്നത് കണ്ടായിരുന്നോ? ഗ്രേസി, ഞാൻ പലതവണ പറഞ്ഞിട്ടുണ്ട്, വാക്കുകൾ ഉപയോഗിക്കുമ്പോൾ സൂക്ഷിച്ചു വേണമെന്ന്. അതിന് ഞാനിപ്പോൾ എന്ത് പറഞ്ഞു എന്നാണ്? ഒരാളെ വേലക്കാരി എന്ന് പറഞ്ഞ് അവതരിപ്പിക്കേണ്ട കാര്യമില്ല. നിനക്ക് അവളുടെ പേരറിയാലോ, അപ്പോൾ നിനക്ക് അവളുടെ പേര് പറഞ്ഞാൽ പോരെ? അതെന്തെങ്കിലും ആവട്ടെ, ഞാൻ പറഞ്ഞ കാര്യം ആദ്യം പറയും. ഞാൻ കണ്ടു, ആമി എബി ഒരുമിച്ച് വരുന്നത് ഞാനും കണ്ടതാണ്. എന്നിട്ട് ചേച്ചി കുഞ്ഞിനൊന്നും തോന്നിയില്ലേ? എനിക്കെന്ത് തോന്നാൻ? ഇവരിങ്ങനെയൊക്കെ നടക്കുന്നത് ശരിയാണോ? ഒരു വിവാഹം പോലും കഴിക്കാത്ത, എന്നാൽ വിവാഹപ്രായം തികഞ്ഞൊരു ചെക്കനാണ് എബി. അങ്ങനെയുള്ളപ്പോൾ ഒരു അവിവാഹിതയായ പെൺകുട്ടിയെ ഇങ്ങനെ കാറിലൊക്കെ കയറ്റിക്കൊണ്ടുവരുമ്പോൾ അതിവിടുത്തെ നാട്ടുകാർ വേറെ രീതിയിലാവും കാണുക. അങ്ങനെ നാട്ടുകാരുടെ കാര്യം ആലോചിച്ചിരിക്കാനാണെങ്കിൽ അതിന് മാത്രമേ നേരം ഉണ്ടാവുള്ളൂ. ചെറിയ മമ്മി പറഞ്ഞതിനെ പാടെ അവഗണിക്കുന്ന രീതിയിലായിരുന്നു മുത്തശ്ശിയുടെ മറുപടികളെല്ലാം. തുടരും. അപ്പോൾ വീഡിയോ കണ്ടവരെല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും അത് കമൻറ്റായിട്ട് അറിയിക്കുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത പാർട്ടായിട്ട് നാളെ വരാട്ടോ. ബൈ.